ചേട്ടൻ എന്നുള്ളതിനുപരി ഒരു നല്ല ഫ്രണ്ടാണ്. എനിക്ക് പറയാറുണ്ട്, പക്ഷെ നല്ല സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം കാണുന്നത് കോളേജിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. ജസ്റ്റ് ഒരു ക്ലാസ് റൂം വെച്ച്, എൻ്റെ സെയിം ക്ലാസ് ആയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഫസ്റ്റ് ക്ലാസ്സിൽ. അങ്ങനെ കുറേ നാൾ നല്ല ഫ്രണ്ട്സായിരുന്നു. എപ്പോഴോ ഇഷ്ടം തോന്നിയപ്പോൾ പറഞ്ഞു. 7 വർഷം കഴിഞ്ഞ് 8ാമത്തെ വർഷം ആവുന്ന നേരത്ത് ഇപ്പം കല്യാണമായി. ഇന്ന് ഞങ്ങളുടെ അനിയനായ വിഘ്നേഷ്, എല്ലാവർക്കും വിഘ്നേഷ്, പക്ഷെ ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടൻ. ഞങ്ങൾ 2 പെൺകുട്ടികൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു ആൺകുട്ടിയാണ്. ഭയങ്കര സ്പെഷ്യലാണ് അവൻ. ഇന്നിപ്പം ശരിക്കും ഞങ്ങൾ കല്യാണത്തിന് ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല, ഉണ്ണിയുടെ കല്യാണമാണ് നടക്കണേന്നുള്ളത്. കാരണം അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഗോപി പൊട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്, ഒരു കറുത്ത ഗോപിക. അവൻ ചുരുണ്ട മുടിയൊക്കെ ആയിട്ട്. അതെ. അവൻ ഇന്ന് ഒരു പെൺകുട്ടീനെ താലി കെട്ടണമെന്ന് പറയുമ്പോൾ ഇന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറകില് 3 കെട്ടിടണമല്ലോ. 3 കെട്ടിടുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു, നീ കെട്ടുമോ ഞങ്ങൾ കെട്ടണോ? ഞാൻ കെട്ടിക്കോളാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ കെട്ടിക്കോളാം, നിങ്ങൾ തമ്മിൽ അടി വേണ്ട, ഞാൻ കെട്ടിക്കോളാം എന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, എന്നാലും അവൻ അവിടെ ഒന്ന് പതർന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ആഹാ കറക്റ്റ് 3 കെട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കണം, എടാ നീ ഇത് പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ അവൻ പറയാണ്. എന്താണ് 7 വർഷത്തെ കാത്തിരിപ്പാണ്. காற்றாய் வந்து என்னை மோதுகிறாய், காலை நெஞ்சில் விதை போடுகிறாய். காதல் சொல்ல என்னை தூண்டுகிறாய், காதில் மெல்ல பாடுகிறாய், கனிதழால் இனிப்பாக பேசுகிறாய், மணிமணியாய் சில வார்த்தை வீசுகிறாய், ஆனால் பாதங்கள் சுழ நான் பார்த்தேன் அடி. ഞാനോളെ മിക്കപ്പോഴും വഴക്കമുണ്ടാകും, പക്ഷെ അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. പിന്നെ വെങ്കിച്ചേട്ടനും പറയുവാണെങ്കിൽ ദേ ആർ സോ ഗുഡ് ടുഗദർ. എന്തായാലും താങ്ക് ഗോഡ് എല്ലാം നന്നായി നടന്നു.